ഹായ് ഹായ് ഗായ്സ്. അപ്പോൾ അങ്ങനെ ദ ഗോഡ് മൂവി കണ്ടു കഴിഞ്ഞ് വന്നേക്കാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമ പ്രതീക്ഷയിലാണ്ട് പോയിട്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ഒരു ആവറേജ് ഒരു വിജയുടെ ഒരു സാധാ സിനിമ പോലെ തന്നെ നോർമൽ തേറി അതുപോലെയൊക്കെ നോർമലി ഇൻ്റർവെൽ വരെ പോയി. അപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ ഇരുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പിന്നെ മൊത്തം അതായത് നമുക്കൊന്നും കത്തില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ നമുക്കൊന്നും കത്തൂല. അതെന്താ ഇവരിങ്ങനെ എന്തൊന്നും എഴുതി വെച്ചേക്കണമെന്ന് വിചാരിക്കും. ഞാൻ ബോറ് പടം എന്നല്ല പറയണത്, പക്ഷേ ഇപ്പം എന്താ പറയുക, നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ ലാസ്റ്റൊക്കെ ഇവരൊക്കെ എന്തോന്നാ കാണിച്ചു വെച്ചാൽ മനസ്സിലാവാത്ത. അതായത് നമുക്ക് ഇപ്പോൾ ഫാൻസുകാരുടെ ആയിരുന്നെങ്കിൽ അവർക്ക് ലാസ്റ്റൊക്കെ കൈയടിക്കാൻ നിൽക്കുമ്പോഴേക്കും എന്തിനാ ഇപ്പോൾ ഇതെന്ന് ചോദിക്കും. കാരണം എനിക്ക് അറിഞ്ഞൂടാ, ഫാൻസ് ചിലപ്പോൾ ആർമാദിക്കുണ്ടാവും, എന്നാലും അങ്ങനെ തോന്നിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ, എൻ്റെ ഒരു ഊഹം വെച്ച്. കാരണം ലാസ്റ്റ് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതായത് ഫസ്റ്റ് ഹാഫ് തൊട്ട് അവസാനം വരെ നമുക്കൊന്നും കത്തൂല. ഇതെന്താ ഇപ്പം ഇങ്ങനെ, എന്തിനാ ഈ ഒരു സംഭവം എന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ ഇപ്പോൾ അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ യങ്ങായി വിജയുടെ അഭിനയം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടറാണ് ശരിക്കും ആ ഒരു സിനിമ അവസാനം വരെ നമുക്ക് ഇങ്ങനെ പിടിച്ചിരുത്താൻ പറ്റണത്. വയസ്സായ വിജയനെ നോക്കുകയാണെങ്കിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സ്റ്റൈലും അത് വയസ്സായ താടിയും മീശയൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു വെപ്പ് പോലെ, അത് നമുക്ക് ദഹിക്കില്ല. അതായത് ഇപ്പം ലിയോയിൽ, ബിഗിലിൽ അതിലൊക്കെ വിജയ് വയസ്സുള്ളത് അതൊക്കെ ഒരു സെറ്റായിട്ടാണ് പുള്ളി അഭിനയിച്ച് വെച്ചേക്കണത്. ഇതിനകത്ത് പക്ഷെ വരുമ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടൂല. സെക്കൻഡ് ഹാഫ് പക്ഷേ ആ യങ്ങായി വിജയാണ് മൊത്തം കൊണ്ടായിക്കണത്. പുള്ളിയുടെ ഇതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് മൊത്തം ഇരുന്നുമാണ്. സ്റ്റോറിയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും അലമ്പ്. സ്റ്റോറി പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത് എനിക്കറിയുന്ന ഒന്നെങ്കിൽ വെങ്കപ്രഭു പുള്ളിയുടെ സിനിമകൾ അറിയാം. ഒന്നെങ്കിൽ നല്ല ഹൈപ്പ് ഉണ്ട്, അത് നല്ല അടിപൊളി പടമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അലമ്പ് പടമായിരിക്കും. അങ്ങനെയായിരിക്കും പുള്ളിയുടെ പടങ്ങൾ. മങ്കാത്ത, പിന്നെ മറ്റേ ചിമ്പുവിൻ്റെ പടം, അതൊക്കെ ആ ഒരു ലെവൽ നോക്കി നമ്മൾ പോകരുത്. നമ്മളെ ഹൈപ്പ് ഒന്നും വിചാരിക്കേണ്ട പോയാൽ നമുക്കൊരു ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ മൊത്തം അലമ്പാണോ കേട്ടത്, കുഴപ്പമില്ലാന്ന് ചോദിക്കും. പക്ഷേ ഞാനങ്ങനെയാണ്, റിവ്യൂ മൊത്തം ഞാൻ ഫോൺ വയ്ക്കുന്ന റിവ്യൂ ഒന്ന് കേട്ടു. പക്ഷേ റിവ്യൂ കേട്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിന് മാത്രം ഒന്നുമില്ലല്ലോ. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ പിന്നെ ഒന്നും മനസ്സിലായില്ല. പിന്നെ മനസ്സിലായേ ഇവന്മാരൊക്കെ എന്താ പറയണമെന്ന് മനസ്സിലായത്. ലാസ്റ്റൊക്കെ ഇവരെന്താ കാണിച്ചു വെച്ചാൽ, പിന്നെ ഓരോ ഗസ്റ്റ് റോളുകളുണ്ട്, അത് മാത്രമായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലതൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. അതൊക്കെ ഒരു നിസ്സാര, അതായത് ആ ടൈമിൽ പറ്റിയതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ഒന്നും കൊടുക്കാതെ നോർമൽ പോലെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ പാട്ടുകളൊക്കെ എവിടെ വെച്ചേക്കണേ എൻ്റെ ദൈവമേ. ഒരു കൊലപാതകം കഴിഞ്ഞ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പാട്ട് കൊണ്ട് വെച്ചേക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എവിടേക്കാണ് പാട്ട് വെക്കണേന്ന്, അതായത് സ്പാർക്ക് ആ പാട്ടൊക്കെ വെച്ചേക്കണ സ്ഥലം കാണണം, എവിടെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കണേ. ഒരുമാതിരി അലമ്പരി ആ പാട്ടാണെങ്കിൽ കഴിയാൻ വേണ്ടി ഓരോ പാട്ട് നമ്മളിങ്ങനെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഈ പാട്ടൊക്കെ പറഞ്ഞാൽ പിന്നെ കോമഡി ഓക്കെയാണ്. കോമഡി ചില സ്ഥലത്തൊക്കെ നല്ലോണം വർക്കായിട്ടുണ്ട്. അങ്ങനെ കോമഡി ഒന്നും കുഴപ്പമുണ്ടായില്ല. പാട്ട്, സ്റ്റോറി, ഈ സാധനമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ, പിന്നെ ലോജിക്ക് അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ പടം കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് കാര്യമുണ്ട. എന്തായാലും വിജയുടെ അഭിനയം എനിക്ക് ഓക്കെയാണ്. പിന്നെ ആ വയസ്സായ ക്യാരക്ടർ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് ആ ലുക്കിൽ നമുക്ക് ഒതുങ്ങി പോകാൻ പറ്റില്ല. നമുക്ക് പോരാത്ത പോലെ തോന്നും ലുക്കൊക്കെ. ആ വയസ്സായത് ഇത് ഒരു രക്ഷയില്ലാത്തായിരുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ സിനിമയിൽ. പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടമെന്ന് പറയാം. പിന്നെ ഫാൻസുകാരെ നോക്കുകയാണെങ്കിൽ ഫാൻസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, സത്യം കിട്ടും. ഫാൻസിന് ചില ഫാൻസുണ്ട്, അതായത് വിജയനെ 3 മണിക്കൂർ ഇരുന്ന് കാണണം, കൈയടിക്കണം എന്നുള്ള ഫാൻസുകാർക്ക് ഒക്കെയാണ്. പക്ഷെ അല്ലാതെ സ്റ്റോറി, അതായത് നല്ല ഫാൻസുള്ളൂ, സ്റ്റോറിയൊക്കെ നോക്കി വിജയാരാധകർ, അവർക്കായാലും ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഇവരെന്താണ് മനസ്സിലാക്കി തന്നില്ലല്ലോ എന്ന് ചോദിക്കും. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ രീതിയിലാണ് അവർ ലാസ്റ്റ് വെച്ചേക്കണത്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായില്ല. അല്ല ഈ സെക്കൻഡ് ഹാഫിലത്തെ ഈ സ്റ്റോറി ആവശ്യം ഉണ്ടായില്ല.
ഒരു ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ഒരു നല്ല വേണമെങ്കിൽ വിചാരിച്ച നല്ലൊരു സ്റ്റോറിയൊക്കെ വെക്കി എടുക്കായിരുന്നു. ഇത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പിന്നെ ഇവരെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പാട്ടുകളൊക്കെ ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ നെഗറ്റീവ് പറയുന്നത് കേൾക്കരുത്. ആദ്യത്തെ സിനിമ കണ്ടിട്ട് പറഞ്ഞ റിവ്യൂ ആണ്. അപ്പോൾ നല്ലോണം പറയാമെന്ന് വിചാരിച്ചത്. പക്ഷേ തിയേറ്ററിൽ എൻ്റെ ഒരു അവസ്ഥ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പം ഇന്ന് ഇങ്ങനെ നടന്നേ, അന്ന് ഇങ്ങനെ നടന്നേന്ന്. അത് ഈ ഒരു സ്റ്റോറി കണ്ടിട്ടാണ്. എൻ്റെ ദൈവം, ലാസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ പറയണത് കേൾക്കണം. അതായത് പോയി കാണാം. എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇന്ന് കണ്ടവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ശരി.